മഹാനായ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയും, ഒരിക്കൽ ഒരാൾ നിസ്കരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽ. അദ്ദേഹം റുക്വയിലേക്കും സുജൂദിലേക്കും പോകുമ്പോഴെല്ലാം കരയുന്നുണ്ടായി. എന്നാൽ അത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കേവലം ഒരു പ്രകടനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി, ഞാൻ വലിയ ആബിദാണെന്ന് എല്ലാവരും പറയണം, അതിനു വേണ്ടിയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ ഒരു മോശം ചിന്തയുടെ പരിണിത ഫലം എന്നോണം പിന്നീടുള്ള ഒരു വർഷത്തോളം എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും എന്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും എനിക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാളെ കുറിച്ച് അത്രത്തോളം ഞാൻ തെറ്റായി ധരിച്ചത് കാരണം, ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ കരയുന്നുണ്ട് സുജൂദിലും റുക്കൂഇലും, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, അതിന് ശേഷം ആ ഒരു മോശം ചിന്ത കാരണം ഒരു വർഷത്തോളം എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും എന്റെ പ്രാർത്ഥനകളിൽ എനിക്കൊന്ന് കരയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ മുൻവിധിയോടെ വിലയിരുത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ നന്മകളാണ്. ഒരാളെ കുറിച്ചും നമ്മൾ തെറ്റായി ധരിച്ചു പോകരുത്. അവര് ചെയ്യുന്നത് കണ്ട് അവരെ കുറ്റപ്പെടുത്താനോ, അവരുടെ തിന്മകൾ കാരണം കുറ്റപ്പെടുത്താനോ, അവരുടെ നന്മകൾ കാണുമ്പോൾ കൂടുതൽ അവരെ പൊക്കിപ്പറയാനോ നമ്മൾ നിൽക്കേണ്ടതില്ല. നമ്മുടെ അമലുകളുമായി നമ്മൾ മുന്നോട്ട് പോകണം. നിങ്ങൾ നോക്ക്, വലിയ കണ്ണുനീരാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഒരിക്കലും മറ്റുള്ളവരെ മുൻവിധിയോടെ കണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറിപ്പോകരുത്. അല്ലാഹു തആല നമ്മളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ.